പറ്റത്തുള്ളൂ. മറ്റുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരറ്റത്ത് വന്ന് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അരികെ വന്ന് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വാക്കാൽ പറയാൻ പറ്റും. പക്ഷെ നിന്റെ ആ പ്രശ്നത്തിനകത്ത്, നിന്റെ ആ വിഷയത്തിനകത്ത്, നിന്റെ ആ രോഗക്കിടക്കകത്ത്, നിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കകത്ത്, നിന്റെ പ്രതികൂലത്തിനകത്ത്, നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ നോക്കുന്ന പൈശാചിക പദ്ധതിക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഉയരത്തിലെ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി കരമടിച്ചോ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എന്നിട്ട് പറ, എൻ്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുവാൻ കർത്താവിന് ശക്തിയുണ്ട്. ആമേൻ. ഈ ആഴ്ച നീ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുവാൻ കർത്താവിന് കഴിയും. ഈ ആഴ്ച നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത്, ഫേസ് ചെയ്യുന്ന വിഷയത്തിനകത്ത്, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയിരിക്കുന്ന ആരോടോ നോക്കി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. ഈ ആഴ്ച നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ വിഷയം വഴി അടഞ്ഞിട്ടില്ല, നിന്റെ വിഷയം അടക്കപ്പെട്ടിട്ടില്ല. നിന്റെ വിഷയം ഉയർത്തു വരുന്ന ഒരു സമയമുണ്ട്. നിന്റെ വിഷയം പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസമെങ്കിൽ പറ, എൻ്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ദൈവമക്കളെ, നമ്മുടെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനായി പോയി. ആ ഭവനത്തിൽ വല്ലാതൊരു പ്രതിസന്ധിക്കകത്ത് ഒരു സഹോദരി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആൻറ്റി എന്നോട് പറഞ്ഞു, 2 ദിവസം കഴിയുമ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരു റിസൾട്ടുമായിട്ട് പോകണം, ഒരു ചെക്കപ്പ് ഉണ്ട്, എനിക്ക് അവിടെ ചെല്ലണം. അവിടെ ചെന്നാൽ എനിക്കറിയത്തില്ല സിസ്റ്ററെ, മുന്നോട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൻറ്റി കുറച്ച് ലാബ് റിസൾട്ടുകളൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നു. ഇതിന് ഡോക്ടർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല സിസ്റ്ററെ. മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനുള്ള സാമ്പത്തിക അടിത്തറ എൻ്റെ കുടുംബത്തിനില്ല. ഒത്തിരി സാഹചര്യങ്ങൾ, ഒത്തിരി സാമ്പത്തികം മുടക്കി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ അവരുടെ വഴി അടഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഞാൻ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ആ റിസൾട്ട് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചു, പ്രാർത്ഥിച്ചു. ആൻറ്റിയുടെ കയ്യിലേക്ക് മടക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഈ അന്തരീക്ഷത്തിൽ എന്താണോ പറയുന്നത് അത് ഈ റിസൾട്ടിനകത്ത് സംഭവിക്കും. ഞാൻ പറഞ്ഞു, ആൻറ്റിക്ക് എന്ത് പറയാൻ തോന്നുന്നോ അത് ആൻറ്റി ഇപ്പം പറയണമെന്ന് പറഞ്ഞു. ആൻറ്റി ആ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ, എനിക്കറിയത്തില്ല ആ സഹോദരിക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന്. ആ സഹോദരി പ്രാർത്ഥനാന്തരീക്ഷത്തിനകത്ത് നിന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഡോക്ടർ എന്നോട് പറയും ഇനി ഒരിക്കലും നീ മെഡിസിൻ കഴിക്കേണ്ടി വരത്തില്ല. ആമേൻ. ആ സഹോദരി അങ്ങനെ പ്രാർത്ഥിച്ച് പറയാൻ തുടങ്ങി. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി ഉടനെ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും ശരീരത്തിനകത്തില്ലെന്ന്. ഞാൻ പറയാം ദൈവമക്കളെ, നിലവിളിച്ചാൽ നിന്റെ നിലവിളിക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ചുമ്മാതെ 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് കൈയടിക്കുകയല്ല, ചുമ്മാതെ എന്തെങ്കിലും പറയുകയല്ല. നീ നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് നിനക്ക് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം. എന്തോ പരിശുദ്ധ ആത്മാവിനോട് പ്രാരംഭത്തിൽ ഇങ്ങനെ ഒരു പദം പ്രവചിക്കാൻ പറയുന്നു. ഈ ആഴ്ച ചിലർ കടന്നു പോകേണ്ട വിഷയത്തിനകത്ത്, ഈ ആഴ്ച ചിലർ കടന്നു പോകേണ്ട ഹല്ലേലൂയ ആ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ മോനെ, ജീവിത നീ പ്രാർത്ഥിച്ചോ. ഈ ആഴ്ച നീ ഫേസ് ചെയ്യേണ്ട ചില വിഷയങ്ങൾ, നീ കടന്നു പോകേണ്ട ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. എന്തോ പരിശുദ്ധ ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ആരുടെയൊക്കെയോ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഈ രാത്രി ഇറങ്ങുകയാ. ആരുടെയൊക്കെയോ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഈ രാത്രി ഇറങ്ങുന്നു.
താങ്ങുന്നു. വിശ്വസിക്കുന്നവർ അല്പ മിനിറ്റുകൾ കരപടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചാൽ കർത്താവ് വെളിപ്പുറത്ത് ഉത്തരമരുളും. ഒരു വേദഭാഗം വായിച്ച് വേഗത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 23 വേർഡ്സ് 8, 23 അധ്യായം അതിൻ്റെ 8 വാക്യം, അതിൻ്റെ 22 വാക്യവും ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 23 അധ്യായം 8 വാക്യവും 22 വാക്യവും. മോനെ, സംഖ്യാപുസ്തകം 23 അധ്യായം 8 വാക്യം. ആമേൻ. 22 വാക്യം കൂടെ വായിച്ചു ആൻറ്റി. ആമേൻ. ഹല്ലേലൂയ. 2 വാക്യമാണ് വായിച്ചു തന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുകയാണ്, ആദ്യം വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ആമേൻ. ഹല്ലേലൂയ. 2ാമത് വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. എല്ലാവരും പലതവണ കേൾക്കുകയും പലതവണ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എനിക്ക് വേണം. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എനിക്ക് വേണം. ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ ബലം എനിക്ക് വേണം. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ, പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കുവാൻ, ഹല്ലേലൂയ, ഞാൻ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് പിടിച്ചു നിൽക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആ കാട്ടുപോത്തിന് തുല്യമായ ബലമാണ് അതിന് എനിക്കാവശ്യം. കർത്താവേ, ആ ബലം എന്നിലൊന്ന് പകരണമേന്ന് ആഗ്രഹിക്കുന്നവരെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കൈമാറുകയാണ്. അവന്റെ മേൽ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ മേൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞെനിക്ക് ആ പദം പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ 2-3 ഹല്ലേലൂയ ഫ്രോഡ് ഉള്ളത് കൊണ്ട് ഇത് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുകയാണ്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഒന്ന് പറഞ്ഞേ, കാട്ടുപോത്തിന് തുല്യമായ ബലം എനിക്കുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം എൻ്റെ തലമുറയ്ക്കുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം എൻ്റെ കൂടാരത്തിനകത്ത്, എൻ്റെ കുടുംബത്തിന്റെ മേലുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് വർദ്ധിച്ചാൽ, കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഒരാഭിചാരവും നിനക്ക് ഫലിക്കത്തില്ലെന്ന്, ഒരു ലക്ഷണ വിദ്യയും നിനക്ക് കേൾക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അകത്ത ബലമുണ്ടത്, എൻ്റെ അകത്ത ധൈര്യം? ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ബലത്തെ പറ്റി, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ശക്തിയെ പറ്റി പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്, പ്രതികൂലം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത്, പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഉടഞ്ഞു പോകുന്നത്, ഹല്ലേലൂയ മതി കർത്താവേ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, ഹല്ലേലൂയ, പ്രശ്നങ്ങളെ നോക്കി തളരണ്ട. കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ ആ പ്രശ്നത്തിനകത്ത് ജയിക്കുവാൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. 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 വെറുതെ അല്ല ഈ ഭാഗം പറയുമ്പോൾ
ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുകയാണ്, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം അവനുണ്ട്. ദൈവം ഇസ്രായേലിനെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഒരു സാധാരണ നിലയിലല്ല. ഹല്ലേലൂയ. എല്ലാവരും നോക്കുമ്പോ ഹല്ലേലൂയ, ഒരുപക്ഷെ നീ ബലഹീനരാ, ഒരുപക്ഷെ നീ ക്ഷീണിതയാ, നീ എവിടൊക്കെയോ രോഗം അനുഭവിക്കുന്നതാ. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ, നാട്ടുകാർ നോക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കാനേ അവളെ കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. അവൾക്കെതിരെ എന്ത് പറഞ്ഞാലോ അവർ പ്രതികരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, ആലയത്തിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇവരുടെ അകത്ത് എന്താ ഉള്ളതെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, നാട്ടുകാർക്കറിയാത്തത് എന്തോ ഒന്ന്, നിന്നെ പ്രാകുന്നവർക്കറിയാത്തത് എന്തോ ഒന്ന്, നിന്നെ ശപിക്കുന്നവർക്കറിയാൻ പറ്റാത്തത് എന്തോ ഒന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. നിനക്ക് ആഭിചാരം ചെയ്യുന്നവൻ അറിയാത്തത് എന്തോ ഒന്ന്, നിനക്കെതിരെ ക്ഷുദ്ര പ്രയോഗം ചെയ്യുന്നവൻ അറിയാത്തത് എന്തോ ഒന്ന്, നിന്നെ ശാപിക്കുന്നവൻക്കറിയാത്തത് എന്തോ ഒന്ന് ഈ രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം. ഏതു കൊടികുത്തിയ മന്ത്രവാദി എഴുന്നേറ്റിരുന്ന് നിനക്കെതിരെ മന്ത്രം ചെയ്താലോ, നിന്റെ വഴിയെ അടച്ച്, നിന്റെ തലമുറയെ വഴിയെ അടച്ച് ആരെല്ലാം ശപിച്ചാലോ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ കൂടാരത്തിൽ അത് ഏൽക്കത്തില്ലെന്ന്, ആരാധിക്കുന്നവന്റെ കൂടാരത്തിൽ അത് ഏൽക്കത്തില്ല, അന്യഭാഷ പറയുന്നവന്റെ വീടിനകത്ത് അത് ഏൽക്കത്തില്ലെന്ന്. നിന്നെ വിളിച്ചു വേർതിരിച്ചത് വെറുതെ അല്ല. ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടാതെ നിന്നെ തനിച്ചാക്കിയത് വെറുതെ അല്ല. വചനം പറയുന്നു, തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോ നീ സെപ്പറേറ്റാ. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോ നിനക്ക് വലിയ ബലമൊന്നുമില്ല, മറ്റുള്ളവർ നോക്കുമ്പോൾ പറയത്തക്കതൊന്നും നിനക്കില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ നിന്റെ അധരത്തിലൊരു അഭിഷേകമുണ്ട്. അന്യഭാഷ പറയാൻ നിന്റെ നാവിനകത്ത് കർത്താവ് ഒരു ബലം തന്നിട്ടുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ പറിച്ചു കളയാൻ നോക്കിയാലോ, എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില കൂടാരങ്ങളുടെ അടിവേര് പറിച്ചു കളയാ, ചില കൂടാരത്തിനകത്തു നിന്ന് നിന്നെ ഓടിച്ചു കളയാൻ ചില കൂടാരങ്ങൾക്കകത്തു നിന്ന് നിന്നെ പറിച്ചു കളയാൻ നോക്കിയ ശത്രുക്കൾ ലജ്ജിച്ചു പോകുന്ന സീസണാ ഇതെന്ന് ഞാൻ പറഞ്ഞാൽ അത് ആത്മാവിൽ സ്വീകരിക്കുവാൻ പറ്റുന്നവരൊന്ന് സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിന്നെ ഓടിക്കുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകൂ. നിന്നെ പറിച്ചു കളയാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകൂ. നീ അറിയാതെ നീ സ്തോത്രം പറയുമ്പോ, നീ ആരാധിക്കുമ്പോ, നീ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ ദുഷ്ടൻ തനിയെ. നീ ഓടിക്കാൻ നിൽക്കണ്ട, നീ പ്രതികരിക്കാൻ നിൽക്കണ്ട, നീ മറുപടി പറയാൻ നിൽക്കണ്ട. നിന്നെ ശപിക്കുന്നത് നിന്റെ കാതിൽ കേൾക്കുമ്പോ നിനക്ക് മുഴങ്കാലും അടക്കാൻ ഒരു റൂമില്ലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു പായില്ലേ, നിനക്ക് മുറുകെ പിടിക്കാൻ വചനമില്ലേ? അതിനെ മുറുകെ പിടിക്കുക. ഒരു പക്ഷെ നീ വെളിയിലേക്ക് ഇറങ്ങുമ്പോ നിന്റെ കാതിൽ കേൾക്കുന്നത് നിനക്കെതിരെ ശാപ വാക്കുകൾ പറയുന്നതാ, നിനക്കെതിരെ പ്രാകുന്നതാ, നിന്റെ തലമുറയെ നോക്കി പ്രാകുന്നതാ, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ലെന്ന് പറയുന്നതാ. ഇതാ നീ കേൾക്കുന്നതെങ്കിൽ നീ മറുപടി പറയാൻ നിൽക്കണ്ട, നീ അതിന് മറുപടി പറയാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. മുഴങ്കാലിൽ ഇരിക്കാൻ മതി, നീ മുട്ടുമടക്കിയാ മതി. അറിയാതെ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ. രാത്രി നിങ്ങൾ പറയണം, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എനിക്ക് വേണം. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം. ഇവിടെ നോക്കിക്കേ, ഹല്ലേലൂയ, ശപിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാ. പക്ഷേ
കൂലിക്ക് വാങ്ങിയ കൂലിക്ക് കൊണ്ടുവന്ന ആളല്ല നിന്റെ കാര്യത്തെ തീരുമാനിക്കുന്നത്. കൂലിക്ക് ശപിക്കാൻ കൊണ്ടുവന്നവനല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, കൂലിക്ക് കൊണ്ടുവന്നവന് പോലും വാക്കുകളെ തമ്പുരാൻ തിരിക്കും. ആമേൻ, ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്കെതിരെ ശപിക്കാൻ കൂലി കൊടുത്ത് കൊണ്ടുവന്നവന്റെ പോലും നാവിനെ തമ്പുരാൻ തിരിക്കുമെന്ന് പിടി കിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ശപിക്കാൻ പറ്റുന്നില്ല. എന്തിനാ കൊണ്ടുവന്നത്? നിന്നെ ശപിക്കാൻ. പക്ഷെ ഇപ്പൊ പറയുകയാണേ, യഹോവ ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനാ ശപിക്കുന്നത്? ദൈവം പ്രാകാത്തവരെ ഞാൻ എങ്ങനാ പ്രാകുന്നത്? ഹല്ലേലൂയ. ഇവർ വെറുതെ അല്ല മിസ്രൈമിൽ നിന്ന് വന്നത്. അവരുടെ അകത്ത് കാട്ടുപോത്തിന് തുല്യമായൊരു ബലമുണ്ട്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, നിന്റെ കുടുംബത്തെ ശപിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന്. നിന്റെ തലമുറയെ ശപിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഈ നാളിതുവരെ നിന്റെ തലമുറയെ നോക്കി ശപിച്ചോണ്ടിരിക്കുന്നവൻ തിരുത്തി പറയുന്ന സീസണാ ഇനി അങ്ങോട്ട്. നാളിതുവരെ നിന്റെ തലമുറയെ നോക്കി പ്രാഗിയവൻ തിരുത്തി പറയാൻ തുടങ്ങുകയാ. അവന്റെ അകത്തെന്തോ ഒന്നുണ്ട്. കാട്ടുപോത്തിന് തുല്യമായൊരു ബലം. കാട്ടുപോത്തിന് തുല്യമായൊരു ബലം അവനുണ്ട്. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവന്റെ വീടിനകത്ത് രാജകോലാഹലം ഉണ്ടാകും. ആമേൻ, രാജകോലാഹലം ഉണ്ടാകും. അവിടെ പറയുകയാണ്, യാക്കോബിൽ തിന്മ കാണത്തില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിക്കത്തില്ലെന്ന്. കാട്ടുപോത്തിന്റെ തുല്യമായ ബലം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ വീടിനകത്ത് തിന്മ കാണത്തില്ല. നിന്റെ വീടിനകത്ത് തിന്മ ഉണ്ടാകത്തില്ല. നിന്റെ തലമുറയുടെ മേൽ തിന്മ ഉണ്ടാകത്തില്ല. ഇസ്രായേലിൽ കഷ്ടത കാണത്തില്ല, കഷ്ടത ദർശിക്കത്തില്ല. ഹല്ലേലൂയ. എന്താ വലിയ ഭയങ്കര പദവല്ലേ? കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നിന്റെ വീടിനകത്ത് കഷ്ടത ദർശിക്കത്തില്ലെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ കഷ്ടത ദർശിക്കത്തില്ല. ഇത് പറഞ്ഞ് എഴുതി വച്ചിരിക്കുമ്പോ നീ പറയരുതേ എൻ്റെ ജീവിതം കഷ്ടതയില്ല, എൻ്റെ ജീവിതം പ്രതികൂലത്തില, എൻ്റെ ഭാവി കഷ്ടതയിലാണെന്ന് ഇനി പറയരുതേ. ഇനി നിന്റെ കൂടാരത്തിനകത്ത് കഷ്ടത ദർശിക്കത്തില്ല. ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, കഷ്ടത ഇനി ദർശിക്കത്തില്ലെന്ന്. കഷ്ടത കാണത്തില്ല. നാളിതുവരെ കണ്ട ചില കഷ്ടതകളില്ലേ, നാളിതുവരെ നീ അനുഭവിച്ച ചില ഞെരുക്കങ്ങളില്ലേ, നാളിതുവരെ നീ അനുഭവിച്ച ചില ചോദ്യങ്ങളില്ലേ, ഇനി അത് കാണത്തില്ല, ഇനി അത് അനുഭവിക്കത്തില്ല. നിന്റെ അകത്ത് അത് എന്തോ ഭയങ്കരമായ വില മർദ്ദിക്കാൻ തുടങ്ങിയ നീ അത് കാണത്തില്ലെന്ന്. കാരണം എന്താണെന്നറിയാമോ? അവിടെ എഴുതി വച്ചിരിക്കുകയാ, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുകയാണ്. യഹോവ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നിരിക്കുകയാ. നിന്റെ തലമുറ ഏത് രാജ്യത്താണെങ്കിലോ, നിന്റെ തലമുറ ഏത് സംസ്ഥാനത്താണെങ്കിലോ, നിന്റെ വീട് വിട്ട് എവിടെ മാറിപ്പോയാലോ, ഇന്ന് രാത്രി ഞാൻ പറയാ, അവനോട് കൂടെ യഹോവ ഇരിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന മാതാക്കളെ, നിങ്ങൾ ആത്മാവിൽ അതൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് ആത്മാവിൽ കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിന്റെ തലമുറയുടെ കൂടെ യഹോവ ഇരിക്കുന്നത്, നിന്റെ തലമുറയുടെ കോളേജിനകത്ത് യഹോവ അവന്റെ കൂടെ പോകുന്നത്, നിന്റെ തലമുറയുടെ യാത്രകളിൽ യഹോവ കൂടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളൊന്ന് വിശ്വസിക്കുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോ, നിങ്ങളൊരു ബസ്സിൽ കയറിയാൽ, നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്താൽ അടുത്ത സീറ്റിൽ യഹോവ ഇരിക്കുന്നേ. ഹല്ലേലൂയ. നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ, നിന്നെ സൂക്ഷിക്കാൻ, നിന്നെ കരുതാൻ യഹോവ
നിന്റെ കൂടെ ഇരിക്കുകയാ. ഹോ ഹല്ലേലൂയ. യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അടുത്ത പദം എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവം ആ രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ടെന്ന്. യഹോവ കൂടെ ഇരുന്ന ഹല്ലേലൂയ ബലമുള്ള കാട്ടുപോത്തിന് തുല്യമായ ഹല്ലേലൂയ ബലം വർദ്ധിക്കുന്ന കൂടാരത്തിനകത്ത് രാജകോലാഹലമുണ്ടെന്ന് ഒരു പ്രവചന ദൂത് ഞാൻ ഇന്ന് രാത്രി കൈമാറുകയാ. ചില നാളുകളായി നിന്റെ കൂടാരത്തിനകത്ത് രാജകോലാഹലം നഷ്ടപ്പെടുത്തി, ആ രാജകോലാഹലം നഷ്ടപ്പെടുത്തി, സ്തുതിയും സ്തോത്രവും നഷ്ടപ്പെടുത്തി, ആരാധന നഷ്ടപ്പെടുത്തി, നിന്റെ കൂടാരത്തെ ഇരുളിനകത്തേക്കാക്കിയ സ്തുതി സ്തോത്രത്തെ എടുത്തു കളഞ്ഞ വിലാപത്തെ കൊണ്ടിട്ട ആ പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നീ ആരാധിക്കാൻ തുടങ്ങിയാൽ പൈശാചികന്റെ കോട്ടകൾ ഇടിയോ. സന്ധ്യ ആരിൽ സ്വീകരിച്ചോ? നിന്റെ വീടിനകത്തു നിന്ന് ഇന്ന് രാത്രി കർത്താവ് രാജ ഹല്ലേലൂയ കോലാഹലത്തെ മടക്കി തരികയാ. രാജകോലാഹലം മടക്കി വരികയാ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്ത് സ്തുതിയും സ്തോത്രവും ഇനി വർദ്ധിക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുക. നഷ്ടപ്പെട്ടു പോയ ചില സ്തുതിയും സ്തോത്രവും, നഷ്ടപ്പെട്ടു പോയത് ചിലത് സ്വർഗത്തിലെ ദൈവം മടക്കി തരാൻ തുടങ്ങുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ പറയാം രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. എന്നിട്ടാ പറയുന്ന ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ. ഈ ബലമുള്ളവനെ എല്ലാ ശക്തികളും ചേർന്ന് ആഭിചാരം ചെയ്ത് കൂട്ടിനകത്താക്കാൻ നോക്കിയ നടക്കുവോ ദൈവമക്കളെ? ഇല്ല, നടക്കത്തില്ല. കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നിന്റെ അകത്ത് നിന്റെ കയ്യിൽ ഒരു അണലി തൂങ്ങിയാൽ നീ ജസ്റ്റ് ഒരു കൊട കൊടഞ്ഞാ മതി, അത് താഴെ പോകുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, അത്രയ്ക്ക് പവറാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഒരു വേദഭാഗം വേഗത്തിലൊന്ന് വായിക്കണമേ. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം അതിന്റെ 9, 10 ഒന്ന് വായിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം. ആമേൻ. മതിയാറ്റി. ഹല്ലേലൂയ. കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ? ഹല്ലേലൂയ. ഏതെങ്കിലും കാട്ടുപോത്ത് സേവിക്കും ആരെങ്കിലും? അടുത്ത പറയാണ്, അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ പാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? ഹല്ലേലൂയ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാട്ടുപോത്തിനെ കൊണ്ടുപോകാമോ എന്ന്. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബിനോട് ചുഴലിക്കാറ്റ് അവിടെ ആ 38 അധ്യായം തുടങ്ങുമ്പോൾ അനന്തരം യഹോവ ചുഴലിക്കാറ്റ് ഇയ്യോബിനോട് ഉത്തരം പറയുകയാണ്. ഇയ്യോബിന്റെ ചോദ്യങ്ങൾക്ക് യഹോവ ഉത്തരം പറഞ്ഞൊരു ഭാഗമാണ് അവിടെ ഇങ്ങോട്ട് വായിച്ചു വരുന്നത് 38, 39 അധ്യായങ്ങൾ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? ഏതെങ്കിലും പശുവിനെ കൊണ്ടുപോകുന്ന പോലെയോ, ഏതെങ്കിലും മൃഗത്തെ കൊണ്ടുപോകുന്ന പോലെയോ, ഏതെങ്കിലും ആടിനെ നീ തീറ്റ കാണിച്ച് കൊണ്ടുപോകുമ്പോ അത് ഓടി വരുന്നത് പോലെ കാട്ടുപോത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്? ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നിന്റെ പിന്നാലെ അവൻ വരത്തില്ല, നീ പറയുന്നതിനനുസരിച്ച് വരത്തില്ല. കാരണം അവന് അതിൻ്റെതായ ഒരു ബലമുണ്ട്. എന്ന് വെച്ചാൽ പിശാച് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊണ്ടുപോകുന്ന ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ കിട്ടത്തില്ലെന്ന്. പിശാച് കാണിക്കുന്ന ഒരു പ്രലോഭനങ്ങൾക്കോ, പിശാച് കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്കോ, പിശാച് കൊണ്ടുവരുന്ന ഒരു പ്ലാനിനോ നിന്റെ തലമുറയെ വശത്താക്കാൻ പറ്റത്തില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ ബലം എന്റെ തലമുറയുടെ മേലുണ്ടെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ കരപടിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ. ചില തലമുറയുടെ മേലൊക്കെ അസാധാരണമായ ബലം ഇന്ന് രാത്രി ഞാൻ കാണുന്നു. ചില തലമുറയുടെ മേലൊക്കെ ദൈവശക്തിയോടെ ഇറങ്ങുന്ന ഞാൻ കാണുകയാ. നിന്റെ പിശാചിന്റെ ഇഷ്ട
ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ തലമുറയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിശാചിന്റെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് നിന്റെ തലമുറയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായൊരു ബലം അവന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്, അവളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിക്കോ കയറിട്ട് പിടിക്കാൻ നിന്നെ കിട്ടത്തില്ലെന്ന്. ഒരു ശക്തിക്കോ കയറിട്ട് പിടിക്കാൻ നിന്നെ കിട്ടത്തില്ല. ഈ രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഒരു ശക്തിക്കോ എൻ്റെ കഴുത്തി കയറിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം അവനുണ്ട്. ഒരു പ്രലോഭനങ്ങൾക്കോ ഇത്തിരി കൂടി ഞാൻ ഇറങ്ങി പറയുകയാ. ഈ ദിവസങ്ങളിൽ തലമുറകളെ ഓർത്തു ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. കാരണം ലോകത്തിലെ ഓരോ സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ തലമുറകളുടെ മേൽ നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാവേ നീ പറയണ, പ്രാർത്ഥിക്കുന്ന പിതാവേ നീ പറയണ, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എന്റെ തലമുറയിൽ ഉള്ളത് കൊണ്ട് ലോകം കാണിക്കുന്ന ഒരു പ്രലോഭനത്തിനു കോടിക്കണക്കിന് രൂപ നിന്റെ മകന്റെ മുൻപിൽ കൊണ്ടുവച്ചാലോ, നിന്റെ മകളുടെ മുന്നിൽ കൊണ്ടുവച്ചാലോ ഈ പ്രമാണം വിട്ടു മാറാത്തൊരു തലമുറ. എത്ര പേരിന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേരിന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നു? എൻ്റെ തലമുറ അതാകണമെന്ന്. ഞാൻ ഈ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുകയാ. ഒരു പ്രലോഭനങ്ങൾക്കോ എൻ്റെ തലമുറയെ കയറിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സാഹചര്യത്തിനോ എൻ്റെ തലമുറയെ ഉഴവിന് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. ഈ വയലിലൊക്കെ ഹല്ലേലൂയ കൊണ്ടുപോകുന്ന ഹല്ലേലൂയ കാള അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗം എത്ര അനുസരണയോടെയാ നിൽക്കുന്നത് അല്ലേ? അതിൻ്റെ മുകളിൽ എന്ത് ഭാരമുണ്ടെങ്കിലും അത് തല കുനിച്ച് എത്ര അനുസരണയോടെയാ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുക, ഏതെല്ലാം മൃഗത്തെ അങ്ങനെ കൊണ്ടുപോയാലും കാട്ടുപോത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. കാട്ടുപോത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവൻ്റെ അകത്ത് ഭയങ്കര അഭിഷേകം വ്യാപരിക്കുക. അതുകൊണ്ടാ പൊത്തീഫറിന്റെ വീടിനകത്ത് സാഹചര്യം ഉണ്ടായിട്ടോ, സാധ്യത ഉണ്ടായിട്ടോ അതിനകത്ത് നിന്ന് അഭിഷേകമുള്ളവൻ നിയോഗത്തോടെ പുറത്തു വന്നത്. ചെറുപ്പക്കാരനാ, സാഹചര്യമുണ്ട്, പ്രലോഭനമുണ്ട്, സാധ്യതകളുണ്ട്. പേടിക്കണ്ട, ഒന്നും ഭയപ്പെടണ്ട. പറയാ ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ മേൽ ഈ അഭിഷേകം വീഴണം, ഈ അഭിഷേകം വീഴണം. ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും അവൻ്റെ മേൽ ഈ ബലം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബർ പന്ത് ഹല്ലേലൂയ ഇങ്ങനെ മേളോട്ട് ചാടി വരുന്നത് പോലെ ഏത് സാഹചര്യത്തിനകത്ത് പോയി നിന്നാലും ഹല്ലേലൂയ അവൻ്റെ അഭിഷേകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയ, നമ്മുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയ, നീ പോകുന്ന പ്രശ്നത്തിനകത്ത്, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്ത്, നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവം നിന്നെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരും. ഒരു ശക്തിക്കും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ കയറിട്ട് വലിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാഹചര്യങ്ങൾക്കും ഒരു പ്രലോഭനങ്ങൾക്കും നിന്റെ തലമുറയെ കയറിട്ട് വലിക്കാൻ പറ്റത്തില്ല, കയറിട്ട് പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഈ ഭാഗമൊന്ന് വായിക്കണേ, അണ്ടർലൈൻ ചെയ്തിട്ട്. കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ എന്ന് ഭയങ്കരമായിട്ട് ആൻസർ പറയുന്നതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ പറയുക, ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം പറയുകയാ. യോബിനോട് അരുളി ചെയ്ത പദം അവിടെ. ഹല്ലേലൂയ. കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ? ഹല്ലേലൂയ. അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ പാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നില മുഴലുമോ? ഹല്ലേലൂയ. പറ്റത്തില്ല. ഹല്ലേലൂയ. നിന്നെയും നിന്റെ തലമുറയെയും ഒരു ശക്തി
ശക്തിക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്തോ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ചില തലമുറകളെ നോക്കി ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ തലമുറയിലുണ്ട്. നിങ്ങൾ വായികൊണ്ട് പറഞ്ഞാട്ടെ, കാട്ടുപോത്തിന് തുല്യമായ ബലം എൻ്റെ തലമുറയിലുണ്ട്. നിങ്ങൾക്ക് എത്ര തലമുറകളുണ്ടെങ്കിലും കൊച്ചുമക്കളുണ്ടെങ്കിൽ നിങ്ങൾ പറയണമേ ഈ പദം, കാട്ടുപോത്തിന് തുല്യമായ ബലം ഹല്ലേലൂയ എൻ്റെ തലമുറയിലുണ്ട്, എനിക്കുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഒരു പൈശാചിക ശക്തിക്കോ കയറിട്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കയറിട്ട് എന്നെ പിടിക്കാൻ പറ്റത്തില്ല, കയറിട്ട് എന്നെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി എന്നാന്നറിയാമോ? അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കയറിട്ട് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുപോകാം. എന്തെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമോ അതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്തെല്ലാം നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാമോ അതെല്ലാം ഇതാ പൈശാചികന്റെ പദ്ധതി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അതല്ല നടക്കുന്നത്. പിശാച് ഒരുക്കിയ പദ്ധതിയല്ല നിന്റെ ലൈഫിനകത്ത് നടക്കുന്നത്. നിന്റെ ലൈഫിനകത്ത് നടക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാ. പിന്നെ ഹല്ലേലൂയ, പൈശാചിക പ്ലാനുകൾക്ക്, പൈശാചിക പദ്ധതികൾക്ക് നമ്മൾ വശംവദരാകരുത്. പിശാച് ഒരുക്കുന്ന പദ്ധതിക്കകത്ത് നീയും നിന്റെ തലമുറയും വീണു പോകരുത്. ആമേൻ, ഹല്ലേലൂയ. ഈ സംഖ്യാപുസ്തകം തന്നെ 25-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ഭാഗമുണ്ട്. ഇസ്രായേൽ ശിത്തീമിൽ, ഞാനങ്ങ് വായിച്ചു വിടാമേ, പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അവിടെ വായിക്കുക, ഇസ്രായേൽ യഹോവയുടെ കോപം അവരുടെ നേരെ വന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്തുണ്ട്. പക്ഷേ നീ ന്യായപ്രമാണത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നയിക്കണം. ദൈവഹിതമില്ലാത്തത് നിന്റെ കൂടാരത്തിനകത്ത് വിളിച്ചോണ്ട് വരരുത്. എന്തോ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുകയാ, ദൈവഹിതമില്ലാത്തത് നിന്റെ കൂടാരത്തിലോ നിന്റെ തലമുറയിലോ ഉണ്ടാകരുത്. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തൊരു നന്മ, ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവഹിതമില്ലാത്തൊരു നന്മ എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്തൊരു യാത്ര എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്തൊരു കൂട്ട എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്തൊരു സംസാരം എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്തൊരു ഫോൺ കോൾ എൻ്റെ ഫോണിൽ വേണ്ട, ദൈവഹിതമില്ലാത്തൊരു മെസ്സേജ് എനിക്ക് വരണ്ട. ഈ ബലത്തെ കെടുത്തി കളയുന്നത്, ഈ ബലത്തെ നഷ്ടപ്പെടുത്തുന്നത്, ഈ കൊമ്പൊടിച്ച് കളയുന്നതൊന്നും നിന്നിലുണ്ടാകരുത്. അതുകൂടെ ചേർത്ത് പറയാൻ പരിശുദ്ധയാത്മാവിനോട് പറയണം. എനിക്കറിയാം സ്തോത്രം കുറഞ്ഞു പോകരുത്, ആരും എന്നോട് പെടകരുത്. എന്തോ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇവർക്ക് ബലമുണ്ട്, പക്ഷെ അടുത്തത് കഴിഞ്ഞപ്പോൾ ദൈവഹിതമല്ലാത്തത് ജനത്തിൻ്റെ നടുവിൽ സംഭവിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് നന്മകൾ തരും, ദൈവം നിനക്ക് അഭിവൃദ്ധി തരും, ദൈവം നിന്റെ തലമുറയെ രാജ്യങ്ങൾക്കപ്പുറത്തയക്കും. പോകുമ്പോൾ ഈ ന്യായപ്രമാണം അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 1-ാം സങ്കീർത്തനം നമ്മൾ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഞാൻ എൻ്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ പദം കൂടെ ചേർത്ത് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ അവർ ഇരിക്കരുത്. അടുത്തത്, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന തലമുറയുടെ മേൽ കാട്ടുപോത്തിന് തുല്യമായ ബലം. ഓ ശബര ഹസദരബല ഹദരഗടഗസിയ. ഇവനാ ആഭിചാരമേൽക്കാത്തത്, ഈ തലമുറയ്ക്ക ശാപമേൽക്കാത്തത്, ഈ തലമുറയ്ക്ക ഹല്ലേലൂയ, ഈ തലമുറയ്ക്ക രോഗങ്ങളും
കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്തെല്ലാം വന്നാലും അതിനകത്ത് നിന്ന് നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ശത്രുവിൻ്റെ ഒരു പദ്ധതിക്കും ഹല്ലേലൂയ നിന്നെ ഒതുക്കി കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ നിന്നെ തകർച്ചയ്ക്കകത്ത് കുരുക്കിയിടാൻ പറ്റത്തില്ല. ചില ശൂന്യതകൾ വരുമ്പോൾ നീ പറയും, കർത്താവേ ഞാൻ കഷ്ടതയിലായി, ഞാൻ പട്ടിണിയിലായി, ഞാൻ പ്രയാസത്തിലായി, ഞാൻ ഹല്ലേലൂയ ഞെരുക്കത്തിലായി. ഞാൻ പറയാം, പത്രോസേ, ശൂന്യമായ വല ഒരിക്കലും നിന്റെ അവസാനമല്ല. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് മഹത്വത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനെ കർത്താവ് തുറക്കുകയാ. ചില രോഗങ്ങൾ നിന്റെ തകർച്ചയ്ക്കല്ല, ചില ശാപങ്ങൾ നിന്റെ തകർച്ചയ്ക്കല്ല. കാരണം ദൈവത്തിന് നിന്നെ ശപിച്ചിട്ടില്ല, ദൈവം നിന്നെ പ്രാഗിയിട്ടില്ല. പിന്നെ ആര് പ്രാഗിയാലാ നിന്നെ കേൾക്കുന്നത്? പിന്നെ ആര് ശപിച്ചാലാ നിന്റെ തലമുറ കേൾക്കുന്നത്? വചനം എഴുതി വെച്ച് കാരണം കൂടാതുള്ളതൊന്നും നമുക്ക് കേൾക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ ശപിക്കാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ പ്രാകാൻ ആർക്കും കഴിയത്തില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ വചനം എഴുതി വച്ചിരിക്കുന്നു, കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അതിനകത്ത് പെട്ടുപോയാലും, നീ അതിനകത്ത് അകപ്പെട്ടു പോയാലും ഞാൻ നിനക്ക് ഉത്തരമരുളും. ഒത്തിരി ശാന്തമായി ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഇത് പറയുന്നത്, കാരണം ഈ ബലം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ന് രാത്രി എൻ്റെ തലമുറയുടെ മേൽ ഇങ്ങനെ ഒരു ബലം വേണം, എൻ്റെ തലമുറയുടെ മേൽ ഇങ്ങനെ ഒരു ബലം വേണം. 92-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹോരാബാല ഹസ്തരാധല. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ കൊമ്പുകളെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ സ്വർഗത്തിലെ ദൈവം ഉയർത്തുകയാ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പുതിയ എണ്ണ ഹല്ലേലൂയ എന്നെ തേൽപ്പിക്കുന്നു. ഒന്ന് പറഞ്ഞേ, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കേട്ടും രസിക്കും. നിന്നെ പ്രാകുന്നവർ, നിന്നെ ശപിക്കുന്നവർ, ഹല്ലേലൂയ, അവർ എത്ര വട്ടം ശപിച്ചാലും, അവരെത്ര വട്ടം പ്രാഗിയാലും നീ വിഷമിക്കണ്ട. അതൊന്നും നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ നന്മയ്ക്കോ ഏൽക്കത്തില്ല. ചില കുടുംബങ്ങളെ നോക്കി, ഹല്ലേലൂയ, ചില കുടുംബങ്ങളെ നോക്കി, ചില തലമുറകളെ നോക്കി അനാവശ്യം പറഞ്ഞതിൻ്റെ, ഇല്ലാ കഥകൾ പറഞ്ഞതിൻ്റെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഇന്നു രാത്രി അതിൻ്റെ നടുവിൽ നിനക്കുത്തരമരുളി, നിനക്കുത്തരമരുളി ഈ രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരികയാ. സംഖ്യാപുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഞാൻ തന്നെ അങ്ങ് വായിക്കാം. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ദൈവം അവരെ, അതേ വാക്യമാണ്, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അടുത്ത പദം, ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. ഹല്ലേലൂയ. 23, 24 ഇന്ന് രാത്രി നിങ്ങൾ വായിച്ചിട്ടേ കിടക്കാവുള്ളൂ. എല്ലാ ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളോട് പറയോ നിങ്ങൾ അധ്യായം വായിക്കണമെന്ന്. എത്ര പേരത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അത് വായിക്കുന്നുണ്ട്, നിങ്ങളത് അനുഗ്രഹമാക്കി എടുക്കുന്നുണ്ട്, നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വായിക്കണം 23, 24. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു വെച്ച ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു, അവരുടെ അസ്ഥിയെ അവൻ തകർക്കുന്നു, അസ്ത്രം എയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹത്തെ പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്ക് തന്നെ. ഹല്ലേലൂയ. അവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവർ. കാട്ടുപോത്തിന് തുല്യമായ ബലം ഉള്ള നീ ശത്രുജാതികളെ തിന്നുകളയുമെന്ന്. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുമെന്ന്. നിനക്കെതിരെ എഴുന്നേറ്റു നിൽക്കുന്ന ശത്രുജാതികളെ തിന്നുകളയുമെന്ന്. എന്ന് വെച്ചാൽ തിന്നുകളഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, തുള്ളൻ തിന്നത് വെട്ടിക്കിളി. അവിടെ അവസാനം തിന്നുകളയുകയാ. തിന്നുകളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല.
കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നീ ചിലതിനെ അങ്ങനെ ചെയ്യുമെന്ന്. ഹോ റബ കത്തല ശകറബല ഹല്ലേലൂയ. നീ ചില മേഖലകളെ പിടിക്കുമെന്ന്, നീ ചില മേഖലകളെ ജയിക്കുമെന്ന്, നിന്നോട് എതിർത്തു നിൽക്കുന്ന ശത്രുവിന്റെ സൈന്യത്തെ നീ തകർക്കുമെന്ന്, നിന്റെ മിനിസ്ട്രിക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ സൈന്യത്തെ നീ ആത്മാവിൽ ജയിക്കുമെന്ന്. ഇന്ന് രാത്രി ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആരോടോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നീ ചിലതിനെ തിന്നു കളയുമെന്ന്. നിന്റെ മിനിസ്ട്രിയെ തകർക്കുവാൻ നോക്കിയ ചിലതിനെ, നിന്റെ ഹല്ലേലൂയ എല്ലാ മേഖലയും ഉടച്ചു കളയാൻ നോക്കിയ ചിലതിനെ, നിന്നെ തകർക്കുവാൻ നോക്കിയ ചിലതിനെ നീ ചിലതിനെ ജയിക്കുമെന്ന്. ഇനി ആ സീസൺ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുകയാ. ഹോ റാബ. ഈ ഫെബ്രുവരി മാസം അവസാന ദിവസങ്ങൾ, അവസാന വീക്കിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അടുത്തൊരു മൂന്നാം മാസത്തിലേക്കാ നമ്മൾ കയറാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങിയാൽ, കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ ചില രോഗങ്ങളെ നിങ്ങൾ ജയിക്കും. ഓ റാബ ഷകസിയ. ചില ശാപങ്ങളെ നിങ്ങൾ പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ. ചില തടസ്സങ്ങളെ നിങ്ങൾ ആത്മാവിൽ ജയിക്കും. എന്താ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. ചില തടസ്സങ്ങൾ, വഴിയിലെ ചില തടസ്സങ്ങൾ, ഓ റാബ ഷകസദരിയ, ചില യാത്രകളുടെ തടസ്സങ്ങൾ ആത്മാവിൽ ഇന്ന് ചിലരെ പൊട്ടിക്കാൻ തുടങ്ങിയ. പ്രാർത്ഥിച്ചോ. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. തുടർന്നുള്ള ചില മിനിറ്റുകൾ ഈ ബലത്തെ ഒന്ന് ഏറ്റെടുക്കാൻ റെഡി ആയിക്കോ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ബലം യേശുവിന്റെ നാമത്തിൽ, ഈ ബലം ഇതിനകത്ത് ഇരിക്കുന്നവരുടെ മേൽ, ഒരു കാട്ടുപോത്തിന് ശിരുവാന്റിയുടെ മേൽ അങ്ങനെ ഒരു ബലം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. സുരിവർഗീസ് ആന്റിയുടെ മേൽ കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ചിലതിനെ തിന്നുകളയുവാൻ, ചിലതിനെ പറിച്ചു കളയുവാൻ, ചിലതിനെ കൊടഞ്ഞു കളയുവാൻ, തൂങ്ങിയ ആണലിയുടെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കൊടയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്റെ വഴിമുടക്കി നിൽക്കുന്ന മിനിസ്ട്രിക്ക് മേൽ വഴിമുടക്കി നിൽക്കുന്ന ആണയിലുള്ള ശക്തികൾ കൊടയുന്നു ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശിരുവാനിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അത് തുറക്കട്ടെ. ഹല്ലേലൂയ. കൂടാരത്തിനകത്ത് ഹല്ലേലൂയ ചില പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്ന, ചില വാക്കുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആ ശക്തികൾ ആത്മാവിൽ ഇന്ന് രാത്രി കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്തുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്തുണ്ട്. നിന്നെ പ്രാകുന്നവന് വെറുതെ പറയാനേ പറ്റത്തുള്ളൂ. നിനക്കത് പറ്റത്തില്ല. നിന്റെ പ്രാർത്ഥനയെ നോക്കി പറയുന്നവർ, നീ ചുമ്മാതെ കുത്തിയിരിക്കാതെ പറയുന്നവർ, നീ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നവർ, അതിന്റെ പ്രാർത്ഥനയെ നോക്കി കളിയാക്കുന്നവരുടെ മുന്നിൽ ഇന്നു രാത്രി ദൈവം നിന്നെ നിയോഗത്തോടെ പ്രാപിച്ചോ. ഈ മിനിറ്റുകൾ ആരും ദയവായി മിസ് ചെയ്യരുത്. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ പവർ, ഒരു അസാധാരണ ശക്തി യേശുവിന്റെ നാമത്തിൽ ചിലതിനെ കൊടഞ്ഞു കളഞ്ഞ് ആത്മാവിൽ ഇന്ന് രാത്രി ചിലർ എഴുന്നേൽക്കുന്നു. സൂസൻ ജേക്കബിന്റെ മേൽ അത് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സൂസൻ ജേക്കബ് ഹല്ലേലൂയ അത് തുറക്കട്ടെ. മേഴ്സി ജോൺ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. അത് തുറക്കട്ടെ. അച്ചമാനിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. കാട്ടുപോത്തിന് തുല്യമായൊരു ബലം സുജ കൊല്ല ആന്റിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, സുജാനിയുടെ മേൽ അത് തുറക്കട്ടെ. കാട്ടുപോത്തിന് തുല്യമായൊരു ബലം യേശുവിന്റെ നാമത്തിൽ രാത്രി തുറന്നു വരട്ടെ. ഒരു മെതിവണ്ടി പോലെ ചില മലകളെ ചവിട്ടി കയറുവാൻ പിശാചിട്ട പദ്ധതികൾക്ക് മുകളിൽ കയറി നിൽക്കുന്ന, പിശാചിട്ട പദ്ധതികളെ ചവിട്ടി മെതിക്കുന്ന, പിശാചിട്ട പദ്ധതികളെ തിന്നു കളയുന്ന ഷീബ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ആ അഭിഷേകം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. അഭിഷേകത്തിന് ഒരു സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. ഉദയാന്റി സ്വീകരിച്ചോ. ഒരു ഭയങ്കര ശക്തി യേശുവിന്റെ നാമത്തിൽ ശരീരത്തിനകത്ത് ശക്തമായി ഇറങ്ങുന്നു. സ്വീകരിച്ചോ. ഒരു അസാധാരണ സാന്നിധ്യം, ഒരു അസാധാരണ പവർ. എനിക്കറിയാം റൂമിനകത്ത് എന്തോ ഭയങ്കര പവർ, ഭയങ്കര സാന്നിധ്യം ഞാൻ കാണുന്നു.
തുറക്കുന്നു. കാട്ടുപോത്തിന് തുല്യമായ നിന്നെ ഒരു ശക്തിക്കും ഒതുക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ ഒരു ശക്തിക്കും പ്രാകാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ ഒരുത്തനും ശപിക്കാൻ കഴിയത്തില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. മോളമാഞ്ചി സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തെ ശക്തമായി തുറക്കുകയാ. എനിക്കറിയാം ഈ മിനിറ്റുകൾ അസാധാരണമായ ദൈവ സാന്നിധ്യം, ചിലരുടെ അകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ, ചിലരെ കിടപ്പിലാക്കുവാൻ നോക്കുന്ന രോഗങ്ങൾ ഈ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി അഴിയുന്നു. അച്ചവന്റെ ഭയങ്കര സാന്നിധ്യം തുറക്കുന്നത് ഞാൻ കാണുന്നു. അസാധാരണമായ അഭിഷേകത്തിന്റെ പകർച്ച നാവിനകത്ത് ശക്തമായി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ സ്വീകരിച്ചാട്ടെ ഈ മിനിറ്റുകൾ. നിങ്ങളുടെ രോഗങ്ങൾ മാറുകയാ. നിങ്ങളുടെ മേൽ ശാപങ്ങൾ അത് അഴിഞ്ഞു മാറുന്നു. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം, കാട്ടുപോത്തിന് തുല്യമായ ജീവനെ മോനെ സ്വീകരിച്ചോ? കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം നിനക്കുണ്ട്. നിന്റെ കൂട്ടുകാർക്കില്ലാത്തത് എന്തോ ഒന്ന്, നിന്റെ കോളേജിൽ ഇല്ലാത്ത എല്ലാ കോളേജിലുള്ള തലമുറകൾക്കില്ലാത്തത് എന്തോ ഒന്ന് നിന്റെ അകത്തിന്ന് രാത്രി കർത്താവ് തുറക്കുന്നു. കാട്ടുപോത്തിനു തുല്യമായ ബലമുള്ള നിന്നെ ഒരു ശക്തിക്ക് കയറിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിശാച് കെട്ടിയ ചില കയറുകളെ, പിശാച് കഴുത്തിനകത്ത് കുരുക്കിയ ചില കയറുകളെ ആത്മാവിൽ ഇന്ന് രാത്രി ചിലർ കൊടയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നു ചിലരുടെ കഴുത്തിനകത്ത് നിന്ന് പിശാചിട്ട ചില കയറുകൾ യേശുവിന്റെ നാമത്തിൽ. അഖിലേമോനെ സ്വീകരിച്ചോ? പിശാച് നിന്റെ വഴികളെ ബൗണ്ടറികളെ അടച്ചു വെച്ചത് ഇന്ന് രാത്രി നീ കൊടഞ്ഞു കളഞ്ഞ് പുറത്ത് വരികയാ. കാട്ടുപോത്തിന് തുല്യമായ ബലം നിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തുറന്നു തരുന്നു. യേശുവിന്റെ നാമത്തിൽ കാട്ടുപോത്തിന് തുല്യമായ ഒരുത്തനും ഒതുക്കാൻ കഴിയാത്തത്, ഒരു ശക്തിക്ക് ഒതുക്കാൻ കഴിയാത്തത്, ജോബിനച്ച സ്വീകരിച്ചോ? ഒരു ശക്തിക്ക് ഒതുക്കാൻ കഴിയാത്തത് ഇന്ന് രാത്രി സ്വർഗ്ഗം തുറക്കുകയാ. എനിക്കറിയാം ശരീരത്തിനകത്ത് അസാധാരണമായ സാന്നിധ്യ ശക്തിയോടെ തുറന്നു വരുന്നു. ശാദ്യങ്ങളെ സ്വീകരിച്ചോ? ഒരുത്തർക്ക് ഒതുക്കാൻ കഴിയുന്നില്ല. ശപിച്ചവർ ഇനി നോക്കി നിൽക്കുന്ന, ശപിച്ചവർ നിനക്കെതിരെ ശപിച്ചവർ തിരിച്ചു പറയുന്ന സമയമാ. ശപിച്ചവൻ തിരിച്ചു പറയുന്ന, പ്രാകാൻ വന്നവൻ തിരിച്ചു പറയുന്ന. ചില തലമുറയുടെ മേൽ നിന്നൊക്കെ ചില ശാപത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ചില തലമുറയുടെ മേൽ നിന്ന് ശാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ജസ്നി, റോബിൻ സ്വീകരിച്ചോ? ഭയങ്കര ശക്തി യേശുവിന്റെ നാമത്തിലെ കരത്തിനകത്ത് അസാധാരണമായ നിലയില് നീ ജയിക്കാൻ തുടങ്ങുകയാ കുഞ്ഞെ. നീ മാർച്ച് മാസം മുതൽ നിന്റെ സമയമാ. നീ ജയിക്കാൻ തുടങ്ങുകയാ. മാർച്ച് മാസം മുതൽ നീ ജയിക്കാൻ തുടങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ഭയങ്കര സാന്നിധ്യം. ഞാൻ നിർത്താൻ ആഗ്രഹിച്ചിട്ടോ നിർത്താൻ കഴിയാത്ത ഭയങ്കര ഒരു സാന്നിധ്യം ഞാൻ കാണുകയാ. എനിക്കറിയാം ഇന്ന് രാത്രി ചിലരൊക്കെ ഫ്രീ ആകോ. നാളുകളായി നിന്റെ കഴുത്തെ കുരുക്കിട്ട് പൈശാചിക പദ്ധതിക്കനുസരിച്ച്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ കൊണ്ടു നടന്ന ശക്തികളെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇനി നടക്കത്തില്ല. അവന്റെ മേൽ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ തുറന്ന അസാധാരണ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അകത്ത് വ്യാപരിച്ച അഭിഷേകം, കാട്ടുപോത്തിന് തുല്യമായ ബലം
കർത്താവ് ഇതുകൊണ്ട് ഇവർ ചില മേഖലകളിൽ ചവിട്ടിക്കയറട്ടെ. ഇതുകൊണ്ട് ഇവർ ഈ ആഴ്ച ചിലതിനെ പിടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ശിവാൻ്റെ പരിശുദ്ധാത്മാവരോട് പ്രവചിക്കാൻ പറയുന്നു. ചിലത് വീടിനകത്തേക്ക് ഒഴുകി വരുന്നത് പോലെ, എന്തോ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവരോട് പ്രവചിക്കുന്നു. വീടിനകത്തേക്ക് ഈ വീക്കിൽ ഒരു വലിയ മിറക്കിൾ പ്രതീക്ഷിക്കാൻ. ഏത് വിഷയമെന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു ഈ വീക്കിൽ എന്തോ ഒരു ഭയങ്കര മിറക്കിള്. നെക്സ്റ്റ് സൺഡേക്ക് മുന്നേ ഏതൊക്കെയോ മേഖലയിൽ ഭയങ്കര ഒരു മിറക്കിള് പ്രതീക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഹർഥാല ഗക്ഷപ്രഭ റാബല ഹസ്ബ്രാജാല വൈഡ റഗൽഖന ഹസ്തര ചാല പ്രവരഘടകസിയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ. ചില ശാപവാക്കുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാ. എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറയുന്നു. നിന്നെ നോക്കി ശപിച്ച ചില വാക്കുകൾ, നിന്നെ നോക്കി പ്രാഗിയ ചില വാക്കുകൾ, അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവനോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് കർത്താവ് ഭയങ്കരമായ ബലത്തോടെ നിർത്താൻ പോകുന്ന ഒരു വീക്കാണ് ഈ ആഴ്ചയെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് സംഭവിക്കട്ടെ. കർത്താവെ കൂടാരത്തിനകത്ത് അത് ഒഴുകി വരട്ടെ. ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്മിത കർത്താവെ ആ ഡിവൈസിരിക്കുന്ന പ്രിയ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം തൻ്റെ വീടിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് ചില ശാപങ്ങൾ, കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവ് ഒരു വെളിച്ചം വീശുന്നു, ആത്മാവിനെ കാണിക്കുന്ന ഒരു വെളിച്ചം. അല്ലെ, ഒരു ഇരുളിനകത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് പോലെ ചില വെളിച്ചങ്ങൾ വീടിനകത്ത് കർത്താവ് തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കുന്നു. കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് സഹോദരി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് സംഭവിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ ഇവരെ ഈ ബലത്തോടെ ചില മേഖലകളിൽ ജയിക്കട്ടെ. കർത്താവേ, ഇവരുടെ മേൽ ഇന്ന് പകർന്ന ആ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവെ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇവരിത് കണ്ടിന്യൂസായി അനുഭവിക്കട്ടെ. കണ്ടിന്യൂസായി എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ നാവിനകത്ത് നിന്ന് ഇത് വിട്ടുപോകാതെ തുടർന്നുള്ള മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസായി ഈ സാന്നിധ്യം അനുഭവിക്കുമെന്ന്. കർത്താവെ, അത് ഇവരുടെ ലൈഫിനത് നടക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. കാട്ടുപോത്തിന് തുല്യമായ ബലം നമുക്കുണ്ട്. ആമേൻ, ആമേൻ, നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച ചില മേഖലകളെ ജയിക്കും. ഒരു ശക്തിക്കും നിങ്ങളെ കയറിട്ട് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വരുന്ന ആഴ്ചയും നിങ്ങൾ ഇതേ ലിങ്കിൽ ജോയിൻ ചെയ്യുക. വരുന്ന 1-ാം തീയതി, മാർച്ച് മാസം 1-ാം തീയതി, നെക്സ്റ്റ് സാറ്റർഡേ മാവേലിക്കരയിൽ വെച്ച് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. സാഹചര്യമുള്ളവർ, ആമേൻ, കടന്നു വരുവാൻ ആഗ്രഹമുള്ളവർ YCC ഓഡിറ്റോറിയം പുതിയ കാവിൽ നിങ്ങൾ വരിക. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരോടുമുള്ള പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്, വചനം വായിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.